നമസ്തേ. ഗീതാതരംഗം എന്ന മലയാളം എപ്പിസോഡ് സീരീസിൻ്റെ 6ാമത്തെ അധ്യായമാണ് ഇത്. ഇന്ന് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് തന്നെയാണ്. അവിടെ എൻ്റെ മകള് ഗീതാ പരിവാർ എന്ന് പറയുന്ന ഒരു വേൾഡ് വൈഡ് ഗീത ലേണിംഗ് ഗ്രൂപ്പുണ്ട്. ഹർ ഘർ ഗീത എന്നുള്ളൊരു സ്ലോഗനാണ് അവരുടെ. എല്ലാ വീട്ടിലും ഒരു ഗീത വേണം, എല്ലാവരും വീട്ടിൽ ഗീത പഠിച്ചിരിക്കണം, പ്രത്യേകിച്ച് കുട്ടികൾ. അതുകൊണ്ട് അവരുടെ ഒരു കേരള മലയാളം പഠന സംഘം 307 പേരുള്ള ഒരു പഠന സംഘം ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചൊരു സുദിനമാണിന്ന്. അതിൻ്റെ ഒപ്പം ഞാനും അവളുടെ അമ്മയും കൂടി വന്നു. അവർ രണ്ടുപേരും ആ ഹാളിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ വളരെ കാലത്തിന് ശേഷമാണ് ഗുരുവായൂർ ടൗൺ സന്ദർശിക്കുന്നത്. അത് വളരെയധികം പുരോഗമിച്ചിരിക്കണമെന്ന് മാത്രമല്ല, നല്ല സൗകര്യങ്ങളും വന്നു കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പണിത് വച്ചിട്ടുള്ള ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിലാണ് ഇപ്പോൾ ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്, 3ാം നിലയിൽ. അപ്പോൾ പണ്ടൊന്നും ഇത് ആലോചിക്കാനേ പറ്റിയിരുന്നില്ല. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എവിടെ നോക്കിയാലും കാണുന്നു എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ചെറിയൊരു മുഖവുര വച്ചിട്ട് ഈ സുദിനത്തിൽ, ഈ പുണ്യതീർത്ഥത്തിൽ വെച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ടൊരു അവസരം കിട്ടിയതിന് ഗുരുവായൂരപ്പനോടും ശ്രീകൃഷ്ണ ഭഗവാനോടും ശ്രീകൃഷ്ണ പരമാത്മാവിനോടും എത്ര കണ്ട് നന്ദി പറയാമെന്നോ, എത്ര കണ്ട് പ്രാർത്ഥിക്കാമെന്നോ, എത്ര സ്തുതിക്കാമെന്നോ എനിക്കറിയില്ല. നിങ്ങൾക്കും എപ്പോഴെങ്കിലും ഈ പുണ്യതീർത്ഥത്തിലേക്ക് എത്തിപ്പെടാനും ഉള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളിതുവരെ പറഞ്ഞിരുന്നത് പ്രജ്ഞ എന്ന് പറഞ്ഞ വിശേഷത്തെ പറ്റിയിട്ടാണ്. പ്രജ്ഞാവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും വളഞ്ഞിരിക്കുന്ന അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്തരീക്ഷത്തിന് പല ഗോളങ്ങളടക്കം ഉള്ള സ്ഥലമാണ് അന്തരീക്ഷം. ദ ഹോൾ കോസ്മോസ്, ഓൾ ഓഫ് ദ കോസ്മോസ്, ഓൾ ഓഫ് ദ നോൺ യൂണിവേഴ്സ്, അതിനെല്ലാം പൊതിഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രജ്ഞ അഥവാ കോൺഷ്യസ്നസ് ഇംഗ്ലീഷിൽ. ഞാൻ പലതവണ പറഞ്ഞു, ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു, കോൺഷ്യസ്നസ് പ്രിസീഡ്സ് ക്രിയേഷൻ. സൃഷ്ടി എന്ന് പറയുന്ന പ്രതിഭാസത്തിനെക്കാട്ടിലും മുമ്പ് ഉണ്ടായിരുന്ന ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ് കോൺഷ്യസ്നസ് അഥവാ പ്രജ്ഞ. നമുക്ക് പ്രജ്ഞ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം. എന്തെന്നാൽ അന്തരീക്ഷം, പ്രതിഭാസം, പ്രപഞ്ചം എന്നുള്ള വാക്കുകളൊക്കെ ഇതിനെ ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ചേർക്കുന്നു എന്നൊരു സംശയം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ഗോളങ്ങളും സകലതും ബ്രഹ്മാണ്ഡ കോടികൾ ഉള്ള ഈ ഗോളങ്ങളെല്ലാം നശ്വരമാണ് എന്ന് അറിഞ്ഞിരിക്കുന്നു. പല ദിക്കിലും ഇതേ സമയത്ത് തന്നെ സൂപ്പർ നോവകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല ഗാലക്സിയിലത്തെ പല നക്ഷത്രങ്ങളും ലക്ഷോപലക്ഷം സംവത്സരങ്ങൾ ജ്വലിച്ച് കത്തി നിന്നതിന് ശേഷം അവ കരിഞ്ഞു പോവുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. അതിനാണ് സൂപ്പർ നോവ എന്ന് ആസ്ട്രോണമിയിൽ പറയുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിനൊന്നും നമുക്ക് അനശ്വരമായിട്ട് കണക്കാക്കാൻ വയ്യ. അനശ്വരമായിട്ടുള്ള സത്യമായിട്ടുള്ളത് എന്തോ അതാണ് സത്ത് അഥവാ ഈശ്വരൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഈ പ്രജ്ഞയെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് അങ്ങേയറ്റം ഊർജം പ്രസരിക്കുന്ന ഒരു പ്രതലമാണ്, ഒരു സറൗണ്ടിങ് ആണ്, ഒരു എൻവയൺമെൻറ്റാണ് നമുക്ക് ചുറ്റുമിരിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ ത്വക്കിൽ നിന്ന് 1 മില്ലിമീറ്റർ അകലെയാണെങ്കിലും, നമ്മളിൽ നിന്ന് ലക്ഷോപലക്ഷം ബില്യൺ കിലോമീറ്റർ അകലെയാണെങ്കിലും വസ്തുത ഒന്ന് തന്നെ, പ്രജ്ഞ തന്നെ. ഈ പ്രജ്ഞയ്ക്ക് ജീവനുണ്ട്. ഈ പ്രജ്ഞ എന്ന പ്രതിഭാസത്തിൽ, ഈ പ്രജ്ഞ എന്ന എൻവയൺമെൻറ്റിൽ സകലമാന സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും എന്ന് ഓർക്കണം. നമ്മൾ മോഡേൺ സയൻസിൻ്റെ അറിവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ
ഈ വളരെ പരിമിതമായിട്ടുള്ള തോതിലാണെങ്കിലും ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ് എന്നുള്ള ലൈറ്റ് ഫിസിക്സ് ഇതൊക്കെ നോക്കുക, സ്പെക്ട്രോഗ്രാഫി എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം നമുക്ക് കാണാവുന്നതിൽ താഴെ അല്ലെങ്കിൽ കാണാവുന്നതിലപ്പുറം ഉള്ള പ്രകാശരശ്മികൾ പ്രവഹിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി, വിദ്യുത് ശക്തി എന്ന് പറയുന്ന പ്രതിഭാസം തന്നെ എടുക്കുക, നമുക്ക് കാണാൻ പറ്റില്ല. അതെവിടെ ഇരിക്കുന്നത്? പ്രപഞ്ചത്തിൽ. നമ്മളെപ്പോഴാണ് കാണാൻ പറ്റുന്നത്? ഒന്നുകിൽ ഇടിമിന്നൽ വരുന്ന സമയത്ത്. ഇടിമിന്നൽ വരുന്ന സമയത്താണ് അതിൻ്റെ ഗംഭീരമായിട്ടുള്ള ശക്തി അറിയുന്നത്. പറയുന്നത് ഒരു ഇടിമിന്നലിൻ്റെ ശക്തി ഏതാണ്ട് 1 മില്യൺ വാട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 1 മില്യൺ വാട്ട്സ് ആരെ കൊണ്ട് താങ്ങാൻ പറ്റും? ആരെ കൊണ്ടും താങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രതിഭാസമാണത്. അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനപ്പുറമാണ്. പക്ഷേ നമ്മുടെ പല കൃതികളും ഉപനിഷത്തുക്കളും വേദങ്ങളും ഇതിഹാസങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ്. സമയത്തിനപ്പുറം, അനന്തരം, അനാദി, അനന്തം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിവൃത്തിയുള്ളൂ. കൈകോപ്പിയിട്ട് ആ ഈശ്വര ശക്തിയോട് കൈകൂപ്പി നിന്ന് ആ അനുഗ്രഹം തേടുക മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള, മനുഷ്യന് ഗോചരമായിട്ടുള്ള അല്ലാത്ത അവസ്ഥകളിലും തലങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണെന്ന് അറിയണം. പ്രപഞ്ചത്തെക്കാളിലും വലുത്, പ്രപഞ്ചത്തെക്കാട്ടിലും ശക്തമായിട്ടുള്ളൊരു ശക്തിവിശേഷമാണിത്. ഈ പ്രപഞ്ചത്തിനെ നമുക്കത് വലിയൊരു വിഷയമാണ്. അത് നമുക്ക് ഭഗവാൻ അങ്ങേയറ്റത്തെ എളുപ്പമായിട്ടുള്ള വഴി കൂടെ ഭഗവത്ഗീതയിൽ വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് തൽക്കാലം ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ എത്രയോ ചെറിയൊരു കൃമികീടത്തെക്കാൾ ചെറിയൊരു വസ്തുവാണ് ഈ പ്രജ്ഞ എന്ന് പറയുന്ന എനർജി ഫീൽഡിൻ്റെ വ്യാപ്തിയിൽ എന്നറിയണം. പക്ഷേ എന്നാലും മനുഷ്യൻ്റെ വിചാരം എന്താണ്? താനാണ് ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. തനിക്ക് മേധം വേറെ വലിയത് ആരാണുള്ളത്? ഭഗവാൻ തന്നെ ഒരു ശ്ലോകത്തിൽ പറയുന്നു, കോന്യോസ്തി സദൃശോമയ, എന്നെപ്പോലെ വേറെ ആരുണ്ട് എന്നുള്ളൊരു വിചാരമാണ് മനുഷ്യനെപ്പോഴും. ഈ വിചാരമാണ് മനുഷ്യനെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളിലേക്കും വിനകളിലേക്കും ആപത്തുകളിലേക്കും ചെന്ന് ചാടിക്കുന്നത്. 2-ാം അധ്യായത്തിൽ ഞാൻ 62-63 ശ്ലോകങ്ങളിൽ പറഞ്ഞു, ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായത്തെ, സംഗാത് സഞ്ജായത്തെ കാമഃ, കാമാത് ക്രോധോഭിജായത്തെ, ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിനാശം കൊണ്ടാണ്. ഇതിന് മുമ്പിലത്തെ വരികളൊക്കെ നിങ്ങൾ സ്വയം കണ്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന വിഷയത്തിലേക്ക് പോകാനുള്ളത് കാരണം ഈ ബുദ്ധിനാശം കൊണ്ടാണ് സർവനാശം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഭഗവാൻ ഇതിനൊരു ഒരു പോം വഴി, ഒരു മറുമരുന്ന് പറയുന്നുണ്ട്. തൽക്കാലം നമുക്കൊന്ന് ഡിട്രാക്ട് ചെയ്യാം. ശ്രീ ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള ഭജഗോവിന്ദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ 2 ശ്ലോകത്തിൽ, 62-63 ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള ഈ വിനകൾക്കൊക്കെ മറുമരുന്ന് അഥവാ ആൻറ്റിഡോട്ട് ശ്രീശങ്കരൻ്റെ സിമ്പിളായിട്ടുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സംഘം കൊണ്ടാണ് ദുഃഖമുണ്ടാവുന്നത്, സംഘം കൊണ്ടാണ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നത്, സംഘം കൊണ്ടാണ് മോഹമുണ്ടാവുന്നത്, മോഹം നടക്കാതെ വരുമ്പോഴാണ് ക്രോധമുണ്ടാവുന്നത്, ക്രോധത്തിൽ നിന്നാണ് സ്മൃതിവിഭ്രമം ഉണ്ടാവുന്നത്. ക്രോധമുണ്ടാവുന്ന സമയത്ത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി മുഴുവനും തകരാറിലാവുകയും ന്യൂറോൺ വയറിംഗ് മുഴുവനും തകരാറിലാവുകയും എന്താണ് നിശ്ചയിക്കേണ്ടതെന്ന് ബ്രെയിനിന് തന്നെത്താൻ നിശ്ചയിക്കാൻ പറ്റാത്താവുകയും ബ്രെയിൻ ഹാർട്ട് കണക്ഷൻ, ഇമോഷൻ ആൻഡ് തിങ്കിങ് കണക്ഷൻ ഇല്ലാതാവുകയും ചെയ്യും. അതോടുകൂടിയിട്ട് ബുദ്ധിനാശമുണ്ടാവുന്നു
എന്നാണ് ഇത്ര സിമ്പിളായിട്ടുള്ള വരിയിൽ പറയുന്നത്. അപ്പോൾ നിസ്സംഗത്വം പരിശീലിച്ചാൽ നിർമോഹത്വം ഉണ്ടാവും, മോഹം ഉണ്ടാവും. അത് വേണം, ഇത് എനിക്ക് കരസ്ഥമാക്കണം, ഇത് സ്വന്തമാക്കണം, അവളെ സ്വന്തമാക്കണം, ഇവളെ നശിപ്പിക്കണം, അയാളെ നശിപ്പിക്കണം, അയാളെ തോൽപ്പിക്കണം, ആ രാജ്യത്തിനെ ആക്രമിക്കണം, ആ സ്റ്റേറ്റിനെ ആക്രമിക്കണം, ആ പൊളിറ്റിക്കൽ പാർട്ടിയെ നശിപ്പിക്കണം എന്നുള്ള ഈ വക ചിന്തകൾക്കൊക്കെ ഒരു ശമനമുണ്ടാവണമെങ്കിൽ നിസ്സംഗത്വം വേണം. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ നയതന്ത്രങ്ങളിലും ഭരണ കസേലകളിലും ഭരണസിരാകേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്ന സോ കോൾഡ് നേതാക്കൾക്ക്. അവർക്ക് ധാർമ്മികത്വമില്ലെങ്കിൽ ബുദ്ധിനാശമുണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ബുദ്ധിനാശവും ധാർമ്മികത്വവും എവിടെ നിന്ന് കിട്ടും? സിമ്പിളാണ്, ഭഗവത്ഗീതയെ ആശ്രയിക്കുക. ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ല എന്ന് വിശ്വസിക്കണം. അതായത് ഈ നേതാക്കന്മാർ ഏത് മതത്തിലും ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഏത് നാട്ടിലുള്ളവരാണെങ്കിലും ശരി, അമേരിക്ക മുതൽ ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ ഉള്ളവരാണെങ്കിൽ പോലും ഭഗവത്ഗീത പഠിക്കാനൊരവസരം സൃഷ്ടിച്ചാൽ, ഭഗവത്ഗീതയിലത്തെ വിവരങ്ങൾ മനസ്സിലാക്കാനും വ്യാഖ്യാനങ്ങൾ ഗ്രഹിക്കാനും ഉള്ള ഒരു അവസരം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പം ഇൻ്റർനെറ്റ് വഴിയാണ്. ഇൻ്റർനെറ്റിൽ ഭഗവത്ഗീതയെ പറ്റിയിട്ട് വളരെയധികം ആഴവും പരപ്പുമുള്ള വ്യാഖ്യാനങ്ങളും എക്സ്പ്ലനേഷൻസുമുണ്ട്. അതിനൊപ്പം എന്തെങ്കിലും അർത്ഥം മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്താ സംസ്കൃത ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്, അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ വേറൊരു ബ്രൗസർ നിങ്ങൾ തുറന്ന് ChatGPT അല്ലെങ്കിൽ ജെമിനായ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി കേന്ദ്രങ്ങളിൽ പോയി നോക്കുകയാണെങ്കിൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ മെറ്റാവേഴ്സ് അതിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഉടൻ തന്നെ കൃത്യമായിട്ടുള്ള സന്ദർഭോചിതമായിട്ടുള്ള അർത്ഥങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാനും പറ്റും. അതുകൊണ്ട് എനിക്ക് എന്നെ ഗീത പഠിപ്പിക്കാൻ ആളില്ല, അങ്ങനെ ഒരാളെ ഗുരുവിനെ കിട്ടാനില്ല, ഗുരു തന്നെ വരണം എൻ്റെ അടുത്തേക്ക്, ഈ വക ചിന്തകളൊക്കെ പഴഞ്ചൻ കൃതികളായിട്ട് പോയിരിക്കുന്നു. നമുക്ക് മോഹമുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ മുമ്പിലെത്തും. ഇതാണ് സിമ്പിൾ ഫാക്റ്റ്. നമുക്ക് ഒരു ഏർജൻസി തോന്നുകയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ താനെ വന്നുകൊള്ളും. പ്രൊവൈഡിങ് ദ ഇനിഷ്യേറ്റീവ് ആൻഡ് ദ ഇംപെറ്റസ് ആൻഡ് ദ ഡ്രൈവ് ആർ ദർ ഇൻസൈഡ് യു. നിങ്ങൾ സ്വയം നന്നാവണം, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ നന്നാക്കാൻ ശ്രമിക്കണം എന്നും തോന്നുകയാണെങ്കിൽ ഭഗവത്ഗീത തന്നെ ശരണം, ഭഗവത്ഗീത തന്നെ അവലംബം എന്ന് മനസ്സിലാക്കണം. എന്തെന്നാൽ ഭഗവത്ഗീതയിലത്തെ പ്രതിപാദ്യം ഒരു ചോദ്യോത്തരമാണ്, ഒരു സംവാദമാണ്. സംശയാലുവായിട്ടുള്ള ഒരു യോദ്ധാവിന് വിഷമഘട്ടങ്ങളിലുണ്ടാവുന്ന ചില സംശയങ്ങൾ, അകർമ്മിത്വം, കർമ്മം ചെയ്യാനുള്ള ഒരു വിമുഖത, അതെങ്ങനെ പരിഹരിക്കണം എന്ന് വളരെ അധികം ഡീപ്പായിട്ടുള്ള സംശയമാണിത്. അങ്ങേയറ്റത്ത് മോഹത്തിൽ നിന്നുണ്ടാവുന്നൊരു സ്മൃതിവിഭ്രമമാണത്. ഈ സ്മൃതിവിഭ്രമത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും എന്നുള്ളതിന് ഉത്തരമാണ് എല്ലാ ധർമ്മത്തിൻ്റെയും എല്ലാ നന്മയുടെയും മൂർത്തി രൂപമായിട്ട് കവി നമുക്കുണ്ടാക്കി തന്നിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ന പേഴ്സണ, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ പാർത്ഥസാരഥി. എന്തുകൊണ്ട് പാർത്ഥസാരഥി? ഞാൻ ഒരിക്കലും ആയുധമെടുക്കില്ല എന്ന് സത്യം ചെയ്തിട്ടാണ് അർജുനൻ്റെ കൂടെ ശ്രീകൃഷ്ണൻ വന്നിട്ടുള്ളത്. അതിനർത്ഥം ഞാൻ നിസ്സംഗനാണ് എപ്പോഴും. ഞാനൊരു വിഷയത്തിലും നേരിട്ട് പ്രവേശിക്കുകയില്ല. നിങ്ങളുടെ ദുഃഖമോ സംശയമോ വിഷമമോ എന്താണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അതിന് തക്കതായിട്ടുള്ള മറുപടി, സന്ദർഭോചിതമായിട്ടുള്ള ആക്ഷൻ അഥവാ എന്താണ് കർമ്മം ചെയ്യേണ്ടത് എന്ന് ഞാൻ ധാർമ്മികമായിട്ടുള്ള ആംഗിളിൽ നിന്ന്, ധാർമ്മികമായിട്ടുള്ള കോണിൽ നിന്ന് പറഞ്ഞു തരാം. വിതൗട്ട് ആക്റ്റീവ്ലി ഇൻവോൾവിങ് ഇൻ ദ ഇവൻറ്റ്. നീ ചെന്ന് പെട്ടിട്ടുള്ള വിഷമഘട്ടത്തിൽ ഞാൻ ഇറങ്ങി വരാതെ, ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാനും നീയും ഒരുമിച്ച് മുങ്ങിപ്പോകും അതിൽ. അത് വേണ്ട. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാനായിട്ടെത്താം. നിന്നെ മോക്ഷയിഷ്യാമി മാ ശുചഃ. ദുഃഖിക്കരുത്, നിന്നെ മോക്ഷം ഞാൻ തരാം. മോക്ഷം എന്ന് പറഞ്ഞാൽ നിന്നെ കരകയറ്റാം എന്നർത്ഥം. നിന്റെ ദുഃഖത്തിൽ നിന്നും നിന്റെ വിഷമത്തിൽ നിന്നും ഏതുമായിക്കോട്ടെ അതിൽ നിന്ന് നിന്നെ ഞാൻ
കൈപിടിച്ച് ഉയർത്താം എന്നുള്ളൊരു അഷുറൻസ് അഥവാ ഗ്യാരൻറ്റി ആണ് ഭഗവാൻ ത്രൂ ഔട്ട് ഭഗവത്ഗീതയിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാം, ഞാനിപ്പോഴൊരു വിഷമഘട്ടത്തിലാണ് അല്ലെങ്കിൽ വിഷമഘട്ടത്തിലല്ല, എന്നാലും എനിക്ക് ഈ ശക്തിയെ, ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഈ ശക്തിയെ, മഹശക്തിയെ, ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഈ സൊല്യൂഷൻ പ്രൊവൈഡറെ എങ്ങനെ എനിക്ക് കണക്ട് ചെയ്യാം എന്നുള്ള ചോദ്യം സാധാരണ ഒരു കൗതുകം തോന്നും, ഭഗവത്ഗീതയിൽ കൗതുകമുള്ള ആൾക്കാർക്ക് തോന്നുന്നൊരു സംശയമാണ്. അതിനും മറുപടി ഉണ്ട് കൃഷ്ണൻ്റെ, അതിഗംഭീരമായിട്ടുള്ള മറുപടികളുണ്ട്. അതിലൊക്കെ എത്തുന്നതിന് മുമ്പ് സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ പ്രജ്ഞ എന്ന് പറയുന്ന കോൺഷ്യസ്നസ് പിന്നെ നമ്മുടെ ഉള്ളിലും ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറയേണ്ടതായിട്ട്. പ്രജ്ഞയുടെ ചെറിയൊരു അംശം, ഞാൻ പറഞ്ഞു, പ്രജ്ഞയിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. നല്ലതും ചീത്തയും ഉള്ള കാര്യങ്ങൾ, എല്ലാത്തിൻ്റെയും തരംഗങ്ങൾ കിടന്ന് നടക്കുന്ന ഒരു മീഡിയമാണ്, ഒരു മാധ്യമമാണ് ഈ പ്രജ്ഞ. പക്ഷേ ഈ പ്രജ്ഞയിലേക്ക് നമ്മുടെ മനസ്സിലുള്ള പ്രജ്ഞ ചെറിയൊരു രൂപം, ദ മൈക്രോ വേർഷൻ ഓഫ് ദ മാക്രോ വേർഷൻ, വലിയ പ്രജ്ഞയുടെ ചെറിയ പ്രതിരൂപം, ചെറിയ പതിപ്പ് എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ആ പതിപ്പിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? ആ പതിപ്പും ആ വലിയ പതിപ്പുമായിട്ട് നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാം? എങ്ങനെയാണ് ബന്ധമുണ്ട് എപ്പോഴും, നമ്മൾ അറിയുന്നില്ല മാത്രം. അത് ഏതിക്കൂടെയാണ് ആ ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ, നമ്മളെ ശ്വാസം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം അറിയാതെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്വാസം എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? ശ്വാസത്തിലുള്ള കണ്ടൻസ്, പോഷകങ്ങൾ, ഗ്യാഷ്യസ് ഫോമിലാണെങ്കിലും അത് ഗ്യാസ് ഫോമിലാണെങ്കിലും ഇതെല്ലാം നമുക്ക് എവിടുന്നാണ് വരുന്നത്? അത് പ്രജ്ഞയിൽ നിന്നാണ് വരുന്നത്. പ്രജ്ഞയുടെ മഹത് ലോകത്തു നിന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് എന്ത് ചെയ്യുന്നു? നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. അത് ഭഗവാൻ തന്നെ തന്നിട്ടുള്ള ഈ ഡിവൈൻ അപ്പാരറ്റസ് ഉപയോഗിച്ച് ഭഗവാൻ ഭഗവത്ഗീതയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളത്. ഈ ശ്വാസം അഥവാ പ്രാണൻ എന്ന വാക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ജീവൻ തരുന്ന ഒരു വസ്തു, ജീവൻ തരുന്ന വായു, ജീവവായു എന്ന് നമുക്ക് റീഡിഫൈൻ ചെയ്യാം ഈ ശ്വാസത്തെ. ഈ ജീവവായു നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്രജ്ഞയുടെ എല്ലാവിധത്തിലുള്ള ശക്തികളും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നു. നിങ്ങളുടെ ശരീരം അത് പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ പ്രവർത്തിപ്പിക്കുന്നു വേണ്ട വിധത്തിൽ. രാവും പകലും ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് മനുഷ്യ ശരീരം. മസ്തിഷ്കം മുതൽ കാൽപാദം വരെയുള്ള എല്ലാവിധത്തിലുള്ള സിസ്റ്റങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമാണ്. അതും ഈശ്വര സൃഷ്ടിയാണ്, മനുഷ്യ സൃഷ്ടിയല്ല. അപ്പോൾ ഈ മഹത് യന്ത്രത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ വായു പ്രോസസ്സ് ചെയ്തതിന് ശേഷം പുറത്തോട്ട് പോകുന്നു. എവിടേക്ക് പുറത്തേക്ക് പോകുന്നു? ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ, പ്രജ്ഞാലോകത്തിലേക്ക് തന്നെ പോകുന്നു. വീണ്ടും അത് ശുദ്ധീകരിച്ച് നമ്മുടെ അകത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് യോഗ പരിശീലിക്കുന്ന ഗുരുക്കന്മാരും മറ്റുള്ള എല്ലാവിധത്തിലുള്ള ടീച്ചേഴ്സും ഗുരുക്കന്മാരും ആചാര്യന്മാരും പറയുന്നത് എന്താ വെച്ചെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിനെയും ശ്വാസത്തെയും നിയന്ത്രിച്ച് പാകപ്പെടുത്താമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫലങ്ങൾ, കൂടുതൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ പ്രജ്ഞയിൽ നിന്ന് നേടാനൊക്കും എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് ശ്വാസം എത്ര കണ്ട് ദീർഘിച്ച് ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് പ്രജ്ഞയുടെ ഫലം കൂടുതൽ അനുഭവിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു മന്ത്രമെടുക്കുക, ശ്രീകൃഷ്ണ മന്ത്രം തന്നെയാണ്. ഗുരുവായൂരൊക്കെ എല്ലാ അമ്പലങ്ങളിലും ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള എല്ലാ അമ്പലങ്ങളിലും ഇപ്പം നിയോൺ ലൈറ്റിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത്. ഈ മന്ത്രം നമുക്ക് സ്വായത്തമാക്കി ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള സ്പീഡിൽ തന്നെ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം
എടുക്കാമെങ്കിൽ, എന്നിട്ട് കുറച്ച് പെട്ടെന്ന് സ്പീഡിലായാൽ പുറത്തേക്ക് വിട്ടാലും കുഴപ്പമില്ല, അപ്പോൾ ബ്ലാങ്കായിട്ട് വിടാം. അതിൻ്റെ ഫലം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിന് വളരെയധികം ശക്തിയുണ്ടെന്ന് മനസ്സിലാവും നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും. ശ്രീകൃഷ്ണനെ ഞാൻ ഭഗവാനായിട്ട് അംഗീകരിക്കുന്നു, ഞാൻ അങ്ങയെ നമിക്കുന്നു, വാസുദേവ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണനെ. ഇത് എനിക്ക് കവി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഒരു മൂർത്തിഭാവമാണ്. എന്താ, നമ്മൾ ശ്രീകൃഷ്ണനെ പല വിധത്തിൽ ആരാധിക്കുന്നവരുണ്ട്. ഭഗവത്ഗീതയിൽ അർജുന സഖാവായിട്ടാണ് പ്രതിപാദിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെറിയ കുട്ടിയുടെ രൂപത്തിലാണ്, മഹാവിഷ്ണു രൂപത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മൂർത്തി ഇരിക്കുന്നത്. അപ്പോൾ പലർക്കും പല വിധത്തിൽ, ഏത് വിധത്തിൽ അപ്രോച്ച് ചെയ്താലും സമീപിച്ചാലും ഭഗവാൻ അതേ വിധത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രതിധ്വനിക്കും എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് വേറൊരിടത്ത്. യേ യഥാ മാം പ്രപദ്യന്തെ താം തഥൈവ ഭജാമ്യഹം. ആരെന്നെ ഏത് വിധത്തിൽ സമീപിക്കുന്നുവോ അതേ വിധത്തിൽ ഞാൻ അവരെയും സമീപിക്കും. അതിനർത്ഥം ഒരു നഷ്ടക്കച്ചവടമില്ല ഇവിടെ. നിങ്ങൾ എനിക്ക് എങ്ങനെയാണോ അതേമാതിരി ഞാൻ നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾ എന്നെ പറ്റി നല്ലത് വിചാരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരും. നിങ്ങൾ എന്നെ പറ്റി ചീത്ത വിചാരിച്ചാൽ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലനം അനുഭവിക്കേണ്ടി വരും. ഇതാണ് സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നാം മറ്റെല്ലാം മറന്ന് ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ശ്വാസം ഈ പറഞ്ഞ ഡ്യൂറേഷൻ കൊണ്ട് നിങ്ങൾ ശ്വസിക്കാമെങ്കിൽ, അത് ചെറിയൊരു പ്രാക്ടീസ് ആക്കാമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഗ്യാരണ്ടിയല്ല, ഭഗവാന്റെ ഗ്യാരണ്ടിയാണെന്ന് മാത്രമല്ല അനേകായിരം ഭക്തന്മാരുടെ അനുഭവസിദ്ധമായിട്ടുള്ളൊരു ഒരു 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 ഇഫക്റ്റാണ് അത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ എന്ന് പറഞ്ഞ് വളരെയധികം ഫോളോവേഴ്സുള്ള, അനുയായികളുള്ള ഒരു മൂവ്മെൻറ്റാണ് ശ്രീമതി സീമ സുഭാഷ് എന്ന് പറയുന്ന മഹത് വനിത നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഗുരു പത്രിജി, പരേതനായ സ്വർഗീയ ബ്രഹ്മലീനനായ പത്രിജി പറഞ്ഞിട്ടുള്ള ശ്രദ്ധിച്ചാൽ, അവർ അങ്ങേയറ്റം ആ സ്ത്രീയെ പിടിച്ചു നിർത്തിയ ആ ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അതിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, യു ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി. ഇത് തന്നെയാണ് ശ്രീകൃഷ്ണനെ നമ്മളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു രൂപത്തെ, ഒരു മൂർത്തിയെ ഒരു കവി ഭാവനയിൽ നിന്നുണ്ടായി. അത് നമ്മൾ ജീവൻ വെപ്പിച്ചു. നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രെയർ കൊണ്ട്, കോൺസ്റ്റൻറ്റ് അസോസിയേഷൻ കൊണ്ട് അതിൽ ജീവവസ്തുവായിട്ട് മാറ്റി. ക്ഷേത്രങ്ങളിൽ കാണുന്ന പ്രതിഷ്ഠ വെറും കല്ലല്ല, ശിലയല്ല, ശിവനാണത്. കൃഷ്ണശിലയല്ല, സാക്ഷാൽ കൃഷ്ണനാണത് എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ്, എന്നുള്ള വിശ്വാസത്തിലാണ് നാം ഗുരുവായൂർക്ക് പോകുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു കല്ലിനെ കണ്ട് 2 പൂവിടാനോ 4 എണ്ണത്തൊരു വലിച്ചെറിയാനോ, ഞാൻ അത് തരാം നീ എനിക്കിത് തരണം എന്നുള്ളൊരു ക്രയവിക്രയ മനോഭാവത്തിലല്ല നമ്മൾ പോകുന്നത് ആരും. പക്ഷെ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ് ഇതെല്ലാം എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് വേണം നമ്മൾ ഈ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഒന്നുകൂടി പറയാം. ഇത്രയും മന്ത്രം ഉച്ചരിക്കാനായിട്ടുള്ള സമയം കൊണ്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് ഇൻഹേൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിലടക്കം നിങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഉച്ചത്തിൽ പറഞ്ഞാലും കൊള്ളാം, മനസ്സിൽ പറഞ്ഞാലും കൊള്ളാം, ഒരു കാര്യവുമില്ല. പക്ഷേ ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും. എങ്ങനെയാണ് പ്രജ്ഞയിൽ നിന്ന് വാക്കിലേക്ക് ആശയങ്ങൾ എത്തുന്നത്? അത് 4 ഘട്ടത്തിൽ കൂടെയാണ്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ എവല്യൂഷണറി സ്റ്റേജസിൽ കൂടെയാണ് വരുന്നത്. പ്രജ്ഞ തന്നെ പരിമിത പ്രജ്ഞ, പരിണത പ്രജ്ഞ, സ്ഥിതപ്രജ്ഞ, അങ്ങനത്തെ ഒരു പരിണാമ ദിശയിൽ കൂടെയാണ് പോകുന്നത്.
പ്രജ്ഞയ്ക്ക് തന്നെ രണ്ട് തലങ്ങളുണ്ടെന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനഃ ബന്ധു ആത്മൈവ ഹി രിപു ആത്മനഃ. എങ്ങനെയാണ് ഈ രണ്ട് ആത്മാവിനെ പറയുന്നത്? നമ്മളെല്ലാം കേട്ടില്ല ഒരാത്മാവേ ഉള്ളതാണല്ലോ. ശരിയാണ്. പക്ഷെ എന്നാലും ചെറിയ തെറ്റിദ്ധാരണ ഭഗവാൻ തീർത്തു തരാണ്. ഈ ആദ്യത്തെ ആത്മാവ് പ്രജ്ഞാലോകത്തിൽ നിൽക്കുന്ന ആത്മാവാണ്. അങ്ങേയറ്റത്ത് ഉത്കൃഷ്ടമായിട്ടുള്ള ചിന്ത. അവിടെ ശബ്ദമില്ല, ഒന്നുമില്ല. ഉള്ളതെന്താണ്? പശ്യന്തി. നിങ്ങൾക്ക് കാണാൻ പറ്റും മനസ്സ്. ഈ പശ്യന്തി ലെവലിൽ നിന്നാണ് നമുക്ക് വേദങ്ങളും ഉപനിഷത്തുകളെല്ലാം മന്ത്രദ്രഷ്ടാക്കളായിട്ടിരുന്ന ഋഷിമാരിൽ നിന്ന് നമുക്ക് സിദ്ധിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ മന്ത്രദൃക്ക് അതുപോലെ നമുക്കും ഈ മന്ത്രം, ഞാൻ പറഞ്ഞ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിൽ നമുക്ക് കണ്ണടച്ചാൽ കാണാൻ പറ്റണം എന്താണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വസുദേവ ദേവകി പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണനെ ഞാൻ നമിക്കുന്നു, ഞാൻ ഭജിക്കുന്നു എന്നുള്ള ആ ഒരു സറണ്ടർ ഭാവത്തോടു കൂടി കമ്മിറ്റഡായിട്ട് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾക്ക് ആ ശക്തി പ്രജ്ഞ തന്നെ നിങ്ങൾക്ക് തരും. ഇതാരുണ്ടാക്കിയതാണ്? നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അതാണ് ബ്രഹ്മലീന പത്രിജി സീമാജിയോട് പറഞ്ഞത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആരാധനാമൂർത്തിയെ പ്രതിഷ്ഠിക്കണം ആ മനസ്സിൽ. എന്നിട്ട് നിങ്ങൾ അതിനെ പൂജിക്കണം. എന്തുകൊണ്ട്? ശ്വാസം ഗതി കൊണ്ട്, ശ്വാസോച്ഛ്വാസ നിയന്ത്രണം കൊണ്ട്. എത്രയും നേരം നിങ്ങൾക്ക് അത് ദീർഘിപ്പിക്കാമോ, ധ്യാനരൂപത്തിലിരുന്ന് ദീർഘിപ്പിക്കാമോ, മറ്റെല്ലാ ചിന്തകളും മാറ്റി നിർത്തി ദീർഘിപ്പിക്കാമോ, അതിൻ്റെ ഫലങ്ങൾ അത്ഭുതകരമായിട്ട് ഓരോരുത്തർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ platonics.cs എന്നതിൽ അവരുടെ അസംഖ്യമുള്ള വീഡിയോകൾ കാണാനായിട്ട് പറ്റും. സീമാം സുഭാഷ് എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഇത്രയും ചെറിയൊരു പ്രഭാഷണം കൊണ്ട് നമ്മൾ വളരെ ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്താലാണ് പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവ് നിങ്ങളോട് സംവദിക്കുന്നത്, നിങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് എന്നത് അതിഗംഭീരമായിട്ടുള്ള ഡിസ്കഷൻ ഭഗവത്ഗീതയിൽ വരുന്നുണ്ട്. അതിനെപ്പറ്റി പിന്നീട് നമുക്ക് സംസാരിക്കാം. അതുവരെ നിങ്ങളോട് എല്ലാവരോടും ഈ വിശിഷ്ടമായിട്ടുള്ള സ്ഥലത്ത് നിന്ന്, തീർത്ഥമായിട്ടുള്ള ഗുരുവായൂരിൽ നിന്ന് നിങ്ങളോട് തൽക്കാലം വിട പറയുന്നു. നമസ്തേ. ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.